ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുക വയനാട്ടിലൊരു തുരങ്കം, 4 പേര് തുരങ്കം ഉണ്ടാക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എവിടത്തേക്കാ തുരങ്കം ഉണ്ടാക്കുന്നത്? മേപ്പാടി. ആ മേപ്പാടിയിലാണ് കഴിഞ്ഞ വർഷം മഴക്കാലത്ത് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ നടന്ന് നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. അവിടെ ഈ തുരങ്കമുണ്ടാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന് നൽകിയ പാരിസ്ഥിതിക അനുമതിക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞത് 60 ഉപാധികളോട് കൂടിയിട്ട് ഇത് നടപ്പിലാക്കാം. 60 ഉപാധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നാളെ സുനിലിന് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിരിക്കട്ടെ, സുനിലിനോട് പറഞ്ഞിരിക്കട്ടെ, നിങ്ങൾ 2 കൈയും കാലും കുത്തരുത്, ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്ന 60 ഉപാധികൾ. ഈ ഉപാധികൾ പാലിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കില്ല. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി അവിടെ തുരങ്കത്തിന് തറക്കല്ലിടാൻ പോവുക. കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുക്കും. ഇതുപോലെയുള്ള മാമാങ്കങ്ങൾ നടത്തി പണം ചെലവഴിക്കുന്ന ഒരു സാഹചര്യം, അതാണ് നമ്മുടെ നാട്ടിലെ വികസനം, പുരോഗതി എന്നൊക്കെ പറഞ്ഞിട്ട് നടപ്പിലാക്കുന്നത്. മുൻ കേന്ദ്രമന്ത്രി, BJPയുടെ കേരളത്തിലെ മുതിർന്ന നേതാവ്, കേന്ദ്ര സർക്കാരിൽ നല്ല സ്വാധീനമുള്ള വ്യക്തി, BJP കേന്ദ്ര നേതൃത്വത്തിൽ അതിലേറെ സ്വാധീനമുള്ള വ്യക്തി, അദ്ദേഹം പറയുന്നതാണ് തുരങ്കപാത നടക്കില്ല. ഒരു ജനങ്ങളുടെ സ്വപ്നമാണ്. ഇന്ന് അവിടെ തുരങ്കപാതയുടെ ഉദ്ഘാടന സ്ഥലത്ത് കൂടിയ ജനങ്ങളെ കണ്ട് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്തൊരു ആവേശമാണ്, ദശാബ്ദങ്ങളായി കാത്തിരിക്കുകയാണ് തുരങ്കപാതയ്ക്ക് വേണ്ടി. അവരുടെ മുന്നിലേക്കാണ് ഇപ്പോൾ വി മുരളീധരൻ പറയുന്നത് തുരങ്കപാത നടക്കില്ല, കേന്ദ്ര സർക്കാർ അനുമതി നൽകില്ല. 60ഓളം കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ ചോദിച്ചിരിക്കുന്നത് പരിസ്ഥിതി അനുമതി ലഭിക്കുന്നതിന് വേണ്ടി. എങ്ങനെ പദ്ധതി നടക്കും ചോദിക്കുന്നത് വി മുരളീധരനാണ്. അദ്ദേഹം ഒരു ഉദാഹരണവും കൂടി പറയുന്നു, നോക്കണം. സുനിലിനോട്, വേദിയിലിരിക്കുന്ന സുനിലിനോട് ഇങ്ങോട്ട് വരാൻ പറയുകയാണ്. എങ്ങനെ വരണം? കാലും കൈയും നിലത്ത് മുട്ടരുത്, അങ്ങനെ ഇങ്ങോട്ട് വരണം. വരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ 60ഓളം കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. അതിന് മറുപടി കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹം പറയുന്നില്ല, സംസ്ഥാന സർക്കാരും പറഞ്ഞിട്ടില്ല. അങ്ങനെ 60ഓളം കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്താലേ, എന്ന് വെച്ചാൽ അത് മുഴുവൻ നടപ്പാക്കിയാലേ പദ്ധതിക്ക് അനുമതി കൊടുക്കൂ. എന്ന് വെച്ചാൽ പദ്ധതി വരില്ല, നടന്നു വരാൻ കഴിയില്ല. കാലും കൈയും നിലത്ത് മുട്ടാതെ നടക്കണമെന്നാണ് സംസ്ഥാന സർക്കാരോട് പറഞ്ഞിരിക്കുന്നത്. അത് ഒരിക്കലും സംഭവ്യമല്ല. അതുകൊണ്ട് പദ്ധതി നടക്കില്ല, പദ്ധതി മുടങ്ങും. ഇതാണ് വി മുരളീധരൻ പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൻ്റെ സ്വപ്നമായിരുന്നു റെയിൽ പദ്ധതി. റെയിൽ യാത്ര, ട്രെയിൻ യാത്ര ദുരിതപൂർണമാണിന്ന്. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്കോ കാസർഗോഡേക്കോ പോകാൻ, തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പോകാൻ കഴിയുന്നില്ല. അത്രയ്ക്കും തിരക്കാണ്. അതൊഴിവാക്കാൻ ഒരു സംസ്ഥാന റെയിൽ കോറിഡോർ, തിരുവനന്തപുരത്ത് നിന്ന് ഓരോ 20 മിനിറ്റിലും ട്രെയിൻ പുറപ്പെടും, ഹൈസ്പീഡ് ട്രെയിൻ. 3 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് എത്താൻ കഴിയുന്നു, 3.5 മണിക്കൂർ കൊണ്ട്. അങ്ങനെയുള്ള ഒരു റെയിൽ കോറിഡോർ വിഭാവനം ചെയ്തു സംസ്ഥാന സർക്കാർ. ഫണ്ട് തരാൻ ലോക സാമ്പത്തിക ഏജൻസികൾ തയ്യാറായിരുന്നു. കേന്ദ്ര സർക്കാർ മുടക്കി. അന്ന് പദ്ധതി മുടക്കാൻ മുൻപിൽ നിന്ന ആളാണ് വി മുരളീധരൻ. അതുകൊണ്ട് വി മുരളീധരനെ ഭയക്കണം. അന്ന് കേന്ദ്രമന്ത്രിയായിരുന്നു, ഇന്നുള്ളതിനേക്കാളും സ്വാധീനമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കേന്ദ്രമന്ത്രിയല്ല. കേന്ദ്രമന്ത്രിമാർ ഉണ്ട് കേരളത്തിൽ. സുരേഷ് ഗോപിയുണ്ട്, ജോർജ് കുര്യനുണ്ട്. സുരേഷ് ഗോപി അടുത്ത കാലത്ത് എവിടെയും കാണുന്നില്ല. അദ്ദേഹം എവിടെയാണ് എന്ന് പോലും അറിയില്ല. പൊതുപരിപാടികളിലൊന്നും കാണാറേയില്ല. ഒരു വാക്ക് പോലും മാധ്യമങ്ങളോട് സംസാരിക്കുന്നില്ല. എന്നാൽ ജോർജ് കുര്യൻ അങ്ങനെയല്ല. സംസ്ഥാന സർക്കാരിനെതിരെ, കേരളത്തിനെതിരെ എങ്ങനെയാണോ നേരത്തെ വി മുരളീധരൻ പറഞ്ഞുകൊണ്ടിരുന്നത് അതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വി മുരളീധരൻ ജോർജ് കുര്യനോട് പറഞ്ഞാൽ പദ്ധതി മുടക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തണമെന്ന് പറഞ്ഞാൽ നടത്തും. അതിനുവേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അതാണ് വി മുരളീധരൻ്റെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഭയപ്പെടണം. ഒരു ജനതയുടെ സ്വപ്നം തകർക്കാൻ തയ്യാറായി നിൽക്കുന്നവർ, ഒരു ജനതയുടെ വികാരങ്ങളെ, വികസന സ്വപ്നങ്ങളെ പുല്ലുവില പോലും കൽപ്പിക്കാതെ തള്ളിക്കളയുന്ന, തച്ചുകെടുത്തുന്ന, അവരുടെ മനസ്സിലെ സ്വപ്നങ്ങളെ തച്ചുകെടുത്തുന്ന BJP നേതൃത്വം, സംസ്ഥാന BJP നേതൃത്വം അതായി മാറിയിരിക്കുന്നു വി മുരളീധരനും കൂട്ടരും.
അല്ലെങ്കിൽ ഇത്രയും ആഘോഷത്തോടെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഉദ്ഘാടനം നിർവഹിച്ചു. നിർമ്മാണോദ്ഘാടനമാണ്. രണ്ട് ഭാഗത്തു നിന്നും ഒരേ സമയം പണി തുടങ്ങും, 4 വർഷം കൊണ്ട് പൂർത്തിയാക്കും, ഇതായിരുന്നു ലക്ഷ്യം. ആ പദ്ധതി നടക്കില്ല എന്ന് പറയുകയാണ് വി മുരളീധരൻ ചെയ്തിരിക്കുന്നത്. വി മുരളീധരൻ എന്തടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത് എന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. വെറുതെ ഒരാവേശത്തിന് BJP പ്രവർത്തകരെ ആവേശം കൊള്ളിക്കാൻ പറഞ്ഞതാണോ, അതല്ല വളരെ ഗൗരവമായി തന്നെ പറഞ്ഞതാണോ എന്നാണ് അറിയേണ്ടത്. വരും ദിവസങ്ങളിൽ വി മുരളീധരൻ അത് സംബന്ധിച്ച് വിശദീകരണം നൽകുമെന്ന് പ്രതീക്ഷിക്കാം.